ഹലോ! ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് കേട്ടോ. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരാൾ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരെ പാറമേക്കാവിൽ പോയി. കാരണം അവർ വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പാറമേക്കാവിലും വടക്കുംനാഥനിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും കയറിയിട്ട് അപ്പോഴേക്കും അവർ വരുമല്ലോ. 1 മണിക്കൂറൊക്കെ ലേറ്റ് ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ കയറി. ഇവിടെ ശീവേലി തുടങ്ങാൻ പോകാമെന്ന് തോന്നുന്നു. അവിടെ പറയണ കേട്ടു. അപ്പോൾ ആനയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ കാണുന്നത്. കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരുടെയും കല്യാണത്തിനല്ലാണ്ട് ഞങ്ങളങ്ങനെ മീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ്. ഞങ്ങൾ എല്ലാ ദിവസവും പ്ലാൻ ചെയ്യും കാണാമെന്ന്. പക്ഷെ ഒന്നും നടക്കില്ല. ലാസ്റ്റ് ഇന്നത്തെ ദിവസം എല്ലാവരും ഓക്കെ പറഞ്ഞു. മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് ബേബിയായി. അപ്പോൾ ബേബീനെയും അവളെയും കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ പോണത്. അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം നേരത്തെ വന്നതുകൊണ്ട് അമ്പലത്തിൽ കയറിയെന്ന് മാത്രം. അപ്പോൾ ഞങ്ങളിതാ വടക്കുംനാഥനിലെത്തി. വടക്കുംനാഥനിൽ കയറുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബാണല്ലേ. പക്ഷെ കുറച്ചും കൂടി നേരത്തെ വരണം. ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റായി. ഒരു 10:30-11 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല വെയിലായിരുന്നു കേട്ടോ. എല്ലായിടത്തും നല്ല വെയിലായിരുന്നു. ഫുള്ള് ഇങ്ങനെ വേർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. ഞാൻ 2 വട്ടം ഇത് ഫുള്ള് ചുറ്റിട്ടു. അതുകൊണ്ട് എനിക്ക് കാലും നല്ല വേദനിച്ചു. നല്ല നന്നായിട്ട് ചൂടെടുക്കുകയും ചെയ്തു. കാരണം അത്രയും വെയിലായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു പ്രത്യേക വൈബാണ്. പിന്നെ ഉള്ളിൽ കയറാനായിട്ട് നല്ല തിരക്കായിരുന്നു. പാറമേക്കാവിലായാലും വടക്കുംനാഥനായാലും കുറച്ച് നേരം വരി നിന്നിട്ടാണ് കയറിയത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ബാക്കി 2 പേരും കൂടി വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതിൻ്റെ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം കാണുകയാണെങ്കിലും ഞങ്ങൾ ഡെയിലി വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊന്നും ചെയ്യില്ല. ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിന് മെസ്സേജ് അയക്കും എന്നല്ലാതെ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേങ്കിലും ഞങ്ങൾ ഇന്നലെ കണ്ട പോലെയായിരുന്നു. കാരണം പണ്ടത്തെ അതേ വൈബ് തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കുറേ നാളുകൾക്ക് ശേഷം കാണുകയാണെങ്കിലും. പിന്നെ അതിന് ശേഷം ഞങ്ങൾ നടന്ന് ഉണ്ണിക്കൊരു ഡ്രസ്സ് എടുക്കണമായിരുന്നു. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടൊരു കടയിൽ കയറി. ഫസ്റ്റ് ഞങ്ങൾക്ക് ഇവിടെ ബേബീസിൻ്റെ മാത്രം ഷോപ്പായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് നേരം നോക്കി. പിന്നെ ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ നേരെ കല്യാണിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊരു സെറ്റാണ് കേട്ടോ. കുറേ ഡ്രസ്സ്, ഷീറ്റ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഇതിൽ. സോക്സ്, ഷൂ അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ ഇറങ്ങി നടക്കണ വഴി ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് വെള്ളം തയ്ച്ചു തുടങ്ങി. കാരണം നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ കയറി. എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചു. 2 ടൈപ്പ് ഐസ്ക്രീം എല്ലാവരും ട്രൈ ചെയ്തു കേട്ടോ. 10 രൂപ, 20 രൂപ, 30 രൂപ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സമാധാനമായി. പിന്നെ ഒരു കുപ്പി വെള്ളം മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കല്യാണിൻ്റെ കിഡ്സിൻ്റെ സെക്ഷനിൽ പോയി. ഇവിടെ നിന്ന് തന്നെ എടുത്തു കേട്ടോ ആ ബേബിക്ക് 2 ഡ്രസ്സ്. ഞങ്ങളവിടെ പോയി കുറേ നോക്കി ഏതൊക്കെ വേണം, ഏതൊക്കെ എടുക്കണം എന്ന്. എന്നിട്ട് ഈ ഡ്രസ്സാട്ടോ ഞങ്ങളെടുത്തത്. ഇതൊരെണ്ണം, പിന്നെ വേറെ ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതിൽ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. വേറെ ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് വലുതെടുത്തത്, ഒരു 6 month ഒക്കെ ആയിട്ടുള്ള ബേബിക്ക് ഇടാൻ പറ്റിയതെടുത്തത്. പക്ഷേ ഇപ്പോൾ 28 ആയിട്ടുള്ളൂ. ഞങ്ങൾ വലുതെടുത്തതാണ്. എന്തായാലും ഇനി ഫ്യൂച്ചറിൽ ഇടണമല്ലോ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നല്ല വിശപ്പായിട്ട് എല്ലാവർക്കും. അപ്പോഴേക്കൊരു 12:30 അങ്ങോട്ട് ആയിട്ടുള്ളൂ. പക്ഷേ നന്നായിട്ട് വിശന്നു. കാരണം അമ്പലത്തിലൊക്കെ കിടന്ന് നടന്നതാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് വേണം എന്നിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോയാലും ഞങ്ങൾ ബിരിയാണിയാണ് മേടിക്കുക. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ബിരിയാണി വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ കഴിക്കുക, വെറൈറ്റി ആയിട്ട് എല്ലാവർക്കും വേറെ വേറെ ഓർഡർ ചെയ്യാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് എന്തൊക്കെയോ ഓർഡർ ചെയ്തു. നൂൽ പൊറോട്ട, അഫ്ഗാനി ചിക്കൻ, പിന്നെ ഒരു ബിരിയാണി, ഒരു ഫ്രൈഡ് റൈസ്, അങ്ങനെ എന്തൊക്കെയായിരുന്നു. പിന്നെ അതിന് ശേഷം പറയാമെന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് പിന്നെ വയറുണ്ടായിരുന്നില്ല കേട്ടോ. ഇത്രയും ഐറ്റംസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഞങ്ങളിത് കഴിച്ചതിന് ശേഷം പിന്നെ പറയാം. കാരണം ഞങ്ങളെപ്പോഴും വേസ്റ്റാക്കി കളയാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് പിന്നെ പറയാമെന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ഇത് കഴിച്ചപ്പോഴേക്കും ഞങ്ങളുടെ വയറ് നിറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ് കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വയറ് ഫുള്ളായി. ഈ നൂൽ പൊറോട്ട നോക്കും, ഇങ്ങനെ ഫുള്ള് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സത്യത്തിൽ. കാരണം ഫുള്ളിങ്ങനെ നൂലായി കാരണം. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് നേരെ ഉണ്ണീനെ കാണാൻ വേണ്ടി വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ പോയിട്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറേ നാളായല്ലോ കണ്ടിട്ട്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് എല്ലാവരും പോയി. ഇനി എന്തെങ്കിലും ഇതുപോലെ ഒന്നുകൂടി മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ബൈ പറഞ്ഞ് പോയി.